ടോപ്പ് ട്യൂഷന്റെ SSLC സോഷ്യൽ സയൻസ് ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് യൂറോപ്പിന്റെ ചരിത്രത്തിലെ വലിയൊരു മാറ്റത്തെക്കുറിച്ചാണ്. നവോത്ഥാനം, പിന്നെ മാനവികതാവാദം, റെനൈസൻസ്, ഹ്യൂമനിസം എന്നൊക്കെ പറയും. എന്താണ് ഈ മാറ്റം? എങ്ങനെയാണിതൊക്കെ തുടങ്ങിയത്? തീർച്ചയായും നവോത്ഥാനം ആ വാക്കിന്റെ അർത്ഥം തന്നെ പുനർജന്മം എന്നാണ്. അതായത് പഴയ ഗ്രീക്ക്, റോമൻ സംസ്കാരം, അറിവുകൾ അതൊക്കെ വീണ്ടും കണ്ടെത്തുകയായിരുന്നു. ഇത് ഏകദേശം ഒരു 14ാം നൂറ്റാണ്ടിൽ, അതെ, യൂറോപ്പിൽ, പ്രത്യേകിച്ച് ഇറ്റലിയിലാണ് തുടങ്ങുന്നത്. ഇറ്റലി. എന്തുകൊണ്ടാണ് ഈ വലിയ മാറ്റം ഇറ്റലിയിൽ തന്നെ തുടങ്ങിയത്? ഫ്ലോറൻസ്, വെനീസ് പോലുള്ള നഗരങ്ങൾ അക്കാലത്ത് യൂറോപ്പിലെ മറ്റ് സ്ഥലങ്ങളെക്കാളും കൂടുതൽ സമ്പന്നവും സ്വതന്ത്രവുമായിരുന്നു എന്ന്. അത് വളരെ ശരിയാണ്. അവിടുത്തെ കച്ചവടക്കാർക്ക് കിഴക്കൻ രാജ്യങ്ങളുമായി വലിയ വ്യാപാരബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ സമ്പത്ത് അവർ നേടി. അതോടൊപ്പം ബാങ്കിംഗ്, ഇൻഷുറൻസ്, പിന്നെ ഈ കണക്കുകൾ സൂക്ഷിക്കുന്ന രീതി, ബുക്ക് കീപ്പിംഗ്, അതിലൊക്കെ അവർക്ക് നല്ല വൈദഗ്ധ്യമുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഫ്യൂഡലിസം പതുക്കെ തകരുകയായിരുന്നോ? അതെ, ഫ്യൂഡൽ വ്യവസ്ഥ ദുർബലമായി. ആ സ്ഥാനത്തേക്ക് പുതിയൊരു സമ്പന്നവർഗം വന്നു. ഉദാഹരണത്തിന് ഫ്ലോറൻസിലെ മെഡിച്ചി കുടുംബം, മിലാനിലെ സ്ഫോർസ കുടുംബം, ഇവരൊക്കെ വലിയ ശക്തികളായി. രാഷ്ട്രീയത്തിലും അവർക്ക് സ്വാധീനമുണ്ടായി. ഓക്കെ, അപ്പൊ ഈ നവോത്ഥാനത്തിലേക്ക് നയിച്ച മറ്റു കാരണങ്ങൾ, കുരിശുയുദ്ധങ്ങൾക്കൊരു പങ്കുണ്ടായിരുന്നോ? തീർച്ചയായും. കുരിശുയുദ്ധങ്ങൾ കാരണം കിഴക്കും പടിഞ്ഞാറും തമ്മിൽ കൂടുതൽ ബന്ധങ്ങളുണ്ടായി, സാംസ്കാരികമായിട്ടും അല്ലാതെയും. ഇറ്റാലിയൻ നഗരങ്ങൾക്ക് വ്യാപാരത്തിൽ നല്ലൊരു മേൽക്കൈ കിട്ടാനും ഇത് സഹായിച്ചു, സമ്പത്ത് കൂടാനും. അതുപോലെ ഈ കറുത്ത മരണമെന്ന് പറയുന്ന പ്ലേഗ് 14ാം നൂറ്റാണ്ടിൽ അതും ഒരു വലിയ ഘടകമായിരുന്നില്ലേ? വളരെ പ്രധാനപ്പെട്ട ഒന്നാണത്. ബ്യൂബോണിക് പ്ലേഗ്. ലക്ഷക്കണക്കിന് ആളുകളാണ് മരിച്ചത്. അപ്പോൾ ഒരുപാട് പേര് മരിച്ചപ്പോൾ സ്വാഭാവികമായും തൊഴിലാളികളുടെ കുറവുണ്ടായി. അത് ഫ്യൂഡൽ സിസ്റ്റത്തെ ശരിക്കും ഉലച്ചു. അതിലുപരി ജീവിതത്തിൻ്റെയൊക്കെ ഒരു നശ്വരതയെക്കുറിച്ച് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി. മനുഷ്യന്റെ ജീവിതം, ക്ഷേമം, ഇതിനൊക്കെ പ്രാധാന്യം വന്നു. അപ്പൊ അതാണോ ഈ മാനവികതാവാദം എന്ന ചിന്തയ്ക്ക് കൂടുതൽ ഊർജം നൽകിയത്? ഒരു തരത്തിൽ പറഞ്ഞാൽ അതെ. മനുഷ്യകേന്ദ്രീകൃതമായ ചിന്തകൾക്ക് അത് വളം നൽകി. പിന്നെ ഈ രോഗമൊക്കെ വന്നപ്പോൾ പഴയ ഗ്രീക്ക്, റോമൻ വൈദ്യശാസ്ത്രത്തെക്കുറിച്ചൊക്കെ വീണ്ടും പഠിക്കാനും ആളുകൾക്ക് താൽപ്പര്യമുണ്ടായി. കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ടോപ്പ് ട്യൂഷന്റെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.